സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നയിക്കുന്ന LDF വടക്കൻ മേഖലാ വികസന മുന്നേറ്റ ജാഥയ്ക്ക് ഫെബ്രുവരി 4-ന് മട്ടന്നൂരിൽ സ്വീകരണം നൽകും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി നേതാക്കൾ മട്ടന്നൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 10,000-ലധികം ബഹുജനങ്ങൾ പങ്കെടുക്കുന്ന സ്വീകരണ യോഗം മട്ടന്നൂർ തലശ്ശേരി റോഡിലെ HNC ആശുപത്രിക്ക് സമീപത്തുള്ള ഗ്രൗണ്ടിലാണ് നടക്കുക. മണ്ഡലത്തിന്റെ അതിർത്തിയായ കളറോഡ് പാലത്തിന് സമീപത്ത് വെച്ച് 100 കണക്കിന് വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി ജാഥയെ സ്വീകരിക്കും. തുടർന്ന് മട്ടന്നൂർ ബസ് സ്റ്റാൻഡ് പരിസരത്തുനിന്ന് കേരളീയ വേഷങ്ങൾ ധരിച്ചവരുടെയും വാദ്യമേളങ്ങളോടെയും മുത്തുകുടകളുടെയും അകമ്പടിയോടെ സ്വീകരണ കേന്ദ്രത്തിലേക്ക് ജാഥ ലീഡർ ഉൾപ്പെടെയുള്ള അംഗങ്ങളെ സ്വീകരിക്കും. വികസന മുന്നേറ്റ ജാഥയുടെ ഭാഗമായി അന്നേ ദിവസം രാവിലെ 8:30-ന് കളറോഡ് റാറാവീസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് സമൂഹത്തിലെ വ്യത്യസ്ത വിഭാഗങ്ങളിലെ പ്രതിനിധികൾ പങ്കെടുക്കുന്ന പ്രഭാതയോഗം ചേരും. യോഗത്തിൽ ജാഥ ലീഡറും ജാഥ അംഗങ്ങളും പങ്കെടുക്കും. സർക്കാരിന്റെ നവകേരള വികസന കാഴ്ചപ്പാടുകളെക്കുറിച്ച് സംവദിക്കുമെന്നും രാവിലെ 9:30-ന് റാറാവീസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് മാധ്യമ പ്രവർത്തകരുമായി വാർത്താ സമ്മേളനവും നടക്കുമെന്ന് നേതാക്കൾ പറഞ്ഞു. വലിയ തയ്യാറെടുപ്പ് ജാഥയെ സ്വീകരിക്കാൻ വേണ്ടി മട്ടന്നൂരിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ബഹുജനങ്ങളും തയ്യാറെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ജാഥയോടനുബന്ധിച്ച് രാവിലെ 8:30-ന് ഒരു പ്രഭാത മീറ്റിംഗ് ഉണ്ട്. സമൂഹത്തിലെ വ്യത്യസ്തമായ മേഖലകളിലുള്ളവർ പങ്കെടുപ്പിച്ചുകൊണ്ട് കളറോടുള്ള റാറാവീസ് ഹോട്ടലിൻ്റെ ഹാളിലാണ് ഈ പ്രഭാത മീറ്റിംഗ് സംഘടിപ്പിച്ചത്. 8:30 മുതൽ 9:30 വരെ ഈ മീറ്റിംഗ് തുടരും. അപ്പോൾ അവിടെ പങ്കെടുക്കുന്നവർക്ക് പുതിയ കേരളം കെട്ടിപ്പടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ജാഥാംഗങ്ങളുമായി പങ്കുവെക്കുക എന്നുള്ളതാണ് ആ ജാഥ കൊണ്ട് യോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P. പുരുഷോത്തമൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ NV ചന്ദ്രബാബു, CV ശശീന്ദ്രൻ, MV സരള, CPI നേതാവ് CH വത്സലൻ, KP രമേശൻ, KT ജോസ്, അണിയേരി അച്യുതൻ, മണാട്ട് കുമാരൻ, KP അനിൽകുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മട്ടന്നൂർ.